ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 2 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിക്കുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കോട്ടൺ സിൽക്ക് മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അതായത് 4ആയിട്ട് മടക്കി വെക്കുക. അപ്പോൾ നമുക്ക് ചെസ്റ്റ് അളവ് വേണ്ടത് 6 ഇഞ്ചാണ്. 4ആയിട്ട് മടക്കി വെക്കുമ്പോൾ ഒരു സൈഡ് 6 ഇഞ്ച് വേണം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് നെക്കിൻ്റെ ഭാഗമാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. 3.5 ഇഞ്ചിലാണ് നെക്ക് എടുക്കുന്നത്. പിന്നെ കൈക്കുഴി 1.5 ഇഞ്ചും അങ്ങനെ ഒരു കുഴിച്ചിട്ട് വെട്ടുകയാണ് കേട്ടോ. നമ്മൾ ഒരു സ്ലീവ് ഷോൾഡറിൻ്റെ പീസ് എക്സ്ട്രാ കൊടുത്തിട്ടാണിത് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സ്ലീവ്ലെസ് ഒരു ഫ്രോക്കാണ് തയ്ക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മളിത് ചെസ്റ്റിൻ്റെ ഭാഗം 6 ഇഞ്ചും ലെങ്ത്തും 6 ഇഞ്ച് അങ്ങനെയാണ് എടുത്തത് കേട്ടോ. ഇങ്ങനെ നമ്മൾ കഴുത്തിൻ്റെ ഭാഗം കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ലൈനിങ്ങും ഇതേ മെറ്റീരിയലാണ് എടുത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ സ്ലീവ് ഇതേപോലെ വെക്കുകയാണ് കേട്ടോ. ഈ സ്ലീവിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ നമ്മൾ വേറെ ഫ്രോക്കിൻ്റെ ഇതിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ മറിച്ചിട്ടാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത് കേട്ടോ. അങ്ങനെ സ്ലീവ് നെക്കിൻ്റെ പോർഷൻ്റെ 2 ഭാഗത്തും ഒരേപോലെ വരുന്ന രീതിയിൽ ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ട് തയ്ച്ചെടുക്കുക. ലൈനിങ് നമുക്ക് വേറെ തുണി എടുത്താലും കുഴപ്പമില്ല, പക്ഷേ ഞാൻ എടുക്കുന്നത് ഇതേ സെയിം തുണിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സ്ലീവ് ഇതേപോലെ തയ്ച്ചെടുക്കുക. എന്നിട്ട് ഉള്ളിലേക്ക് വെച്ചിട്ടാണ് തയ്ച്ചെടുക്കുന്നത്. പിന്നെ മറിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് സ്ലീവ് കിട്ടും. ഇങ്ങനെ ഈ സ്ലീവിൻ്റെ ഭാഗം 2 സൈഡിലൊന്ന് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കൈക്കുഴിൻ്റെ ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. മറിച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി പിന്നെ എക്സ്ട്രാ വരുന്ന ഈ സ്ലീവിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മറിച്ചെടുക്കുക. മറിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പീസായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ബോഡി പാർട്ട് മാത്രമാണ് ചെയ്തത്. നമുക്ക് ഈ താഴത്തെ പ്ലീറ്റ്സ് ഇടാനായിട്ട് ഞാൻ ഇങ്ങനെ കുറച്ച് പീസസ് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് 6.5 ഇഞ്ചാണ് അതിൻ്റെ വിടുത്തുള്ളത്. അങ്ങനെ നീളത്തിൽ ഓരോ പീസ് കട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ എനിക്ക് ചെറിയ പീസായിട്ടാണ് കിട്ടിയത്. ഇങ്ങനെ ചെറിയ പീസ് ഇങ്ങനെ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിങ്ങനെ യോജിപ്പിച്ചിട്ട് താഴത്തെ ഭാഗത്തേക്ക് ഞെറിയിട്ട് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പീസ് എടുക്കുക. എന്നിട്ട് നമ്മളെ ചെസ്റ്റിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ബോഡി പാർട്ട് യോക്കിൻ്റെ ഭാഗം അവിടെ ഇങ്ങനെ വെച്ചിട്ട് ചെറിയ പ്ലീറ്റ്സ് ഇട്ടിട്ട് ഇങ്ങനെ തയ്ച്ച് കൊടുക്കുക. കുറേ തുണി ഉള്ളതുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. പിന്നെ എന്നാലും അത്യാവശ്യത്തിന് ഒരു പ്ലീറ്റ്സ് ഇട്ടിട്ട് തയ്ച്ച് കൊടുക്കുക കേട്ടോ. ഫസ്റ്റത്തെ പോർഷന് കുറച്ചൊക്കെ പ്ലീറ്റ്സ് ഇട്ടാൽ മതിയാവും. പിന്നെ താഴേക്ക് ഇങ്ങനെ പ്ലീറ്റ്സ് കൂടുതലായിട്ട് വൈഡായിട്ട് വരും. അപ്പോൾ നമ്മൾ ഇത് പാകത്തിനൊന്ന് കട്ട് ചെയ്തെടുക്കുക. അവിടെ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം പാകത്തിന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ ബാക്കിലെ പോർഷനും ഇതേപോലെ തന്നെ ഞെറി വെച്ചിട്ട് തയ്ച്ച് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ 2 ഭാഗം തയ്ച്ച് കഴിഞ്ഞാൽ അടുത്ത പീസ് വെച്ചിട്ട് നമ്മൾ ആ ഞെറിവിൻ്റെ താഴത്ത് കൂടെ വീണ്ടും ഞെറിയിട്ടിട്ട് ഇങ്ങനെ തയ്ച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ലെയർ കിട്ടും. 2 ഭാഗവും ഫ്രണ്ടിലും ബാക്കിലും ഇതേപോലെ പീസ് വെച്ചിട്ട് തയ്ച്ച് കൊടുക്കുക. നമ്മൾ കുറേ പീസ് 6.5 ഇഞ്ചിൻ്റെ കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ, അതിങ്ങനെ എക്സ്ട്രാ ഇങ്ങനെ വെച്ചിട്ട് തയ്ച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ലെയറായിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനത്തെ ഉടുപ്പ് ലെയറായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ 2 സൈഡിലായിട്ടും അടുത്ത പീസ് വെച്ചിട്ട് തയ്ച്ച് കൊടുക്കുക. അപ്പോൾ ഞെറിവിന് തികയണില്ല എന്നുണ്ടെങ്കിൽ അടുത്ത നീളത്തിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ജോയിൻ്റ് ചെയ്തിട്ട് തയ്ച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഫ്രണ്ടത്തെ ഭാഗം തയ്ച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ലൈനിങ്ങും ഈ പീസ് കൊണ്ട് തന്നെ ഞാൻ ഇതേ ക്ലോത്ത് കൊണ്ട് തന്നെ ലൈനിങ്ങും തയ്ക്കണം കേട്ടോ. അപ്പോൾ ഉള്ളിലേക്ക് ഞെറിവ് വരുന്ന രീതിയിൽ നമുക്ക് തയ്ച്ച് കൊടുക്കുക. ലൈനിങ് എടുത്തിട്ട് ഇതേപോലെ ഞെറിവ് ഇട്ടിട്ട് തയ്ച്ച് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ തയ്യൽ തുമ്പൊന്നും പുറത്തേക്ക് കാണൂല. ഇങ്ങനെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ലൈനിങ് എടുത്ത് തയ്ച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ ജോയിൻ്റ് ചെയ്ത ഭാഗത്തുണ്ടല്ലോ, ചെസ്റ്റിൻ്റെ ആ ജോയിൻ്റ് ചെയ്ത ഭാഗത്ത് ഒരു ലേസ് എടുത്തിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഉടുപ്പിൻ്റെ ഏകദേശമൊക്കെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് 2 ഭാഗം ഒന്ന് ചെസ്റ്റിൻ്റെ ഭാഗം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. നമ്മളെ കുട്ടികളെ അളവിനനുസരിച്ചൊന്ന് തയ്ച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മളുടെ ഉടുപ്പിൻ്റെ 2 സൈഡും തയ്ച്ച് കഴിഞ്ഞു. ഇപ്പോൾ തയ്ച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിട്ടുണ്ടാവുക, ലൈനിങ്ങും ഒക്കെ മടക്കി തയ്ച്ചു, ഉടുപ്പിൻ്റെ താഴ്ഭാഗമൊക്കെ മടക്കി തയ്ച്ചു. അങ്ങനെ കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ കിട്ടുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഒന്ന് ഭംഗി കൂട്ടാനായിട്ട് എന്തെങ്കിലും സ്റ്റോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ സ്റ്റോൺ എടുത്തിട്ട് ഗമ്മെടുത്തിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ ഒട്ടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ചെറിയ ഫാബ്രിക് ഗ്ലൂ പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ മതി. ഈ സ്റ്റോണും കൂടി ഒട്ടിച്ച് കഴിഞ്ഞാൽ ഉടുപ്പ് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഫ്രണ്ട് ഭാഗമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.